നിങ്ങളുടെ പേഴ്സ് കാലിയാക്കാത്ത ഒരു ഫ്ലാഗ്ഷിപ്പ് മൊബൈൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നിങ്ങൾ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് പ്ലേസിലേക്കാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് OnePlus Nord 5ന്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ്. പ്രീമിയം വൈബ് വരുന്ന പ്രീമിയം പ്രൈസ് ടാഗ് ഇല്ലാത്ത ഒരു മൊബൈലാണ് OnePlus നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊരു കാഷ്വൽ ഗെയിമർ ആണെങ്കിൽ സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഫോൺ പെർഫെക്റ്റ് ആയിരിക്കും, അതും ഈ ഒരു പ്രൈസ് ടാഗിൽ. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ ഷോർട്ട് റിവ്യൂ. ഞാൻ അക്കു, വെൽക്കം ടു അക്കൂസ് വ്യൂ. Coming to design, ഈ ഫോൺ സൂപ്പർ പോളിഷ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ Nord 4 to Nord 5ലേക്കുള്ള ഒരു ഗ്ലോ അപ്പ് പോലെ തന്നെ ഉണ്ട്. ബിക്കോസ് ഇതിന്റെ ബാക്ക് ഓൾ ഗ്ലാസ് ആണ്, എന്നാൽ വലിയ രീതിക്ക് ഫിംഗർ പ്രിന്റ് ഒന്നും പതിയുന്നില്ല. ദെൻ ഇത് 3 കളേഴ്സിൽ അവൈലബിൾ ആണ്: മാർബിൾ സാൻഡ്, ഡ്രൈ ഐസ് ആൻഡ് പാന്റം ഗ്രേ. ദെൻ ഇതിന്റെ ഫ്രെയിം വരുന്നത് പോളികാർബണേറ്റ് ആണ്, എന്നാൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. 211 ഗ്രാംസ് വരുന്നുണ്ട്, എന്നാൽ ഇതിന്റെ തിക്നെസ് മിനിമൽ ആണ്, 8.1 mm മാത്രമാണ്. ദെൻ വലിയ സ്ക്രീൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കോമ്പാക്ട് ഡിവൈസ് അല്ല, ടൈനി ഹാൻഡ്സ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. Then dual stereo speakers വരുന്നുണ്ട്, IR blaster വരുന്നുണ്ട്, NFC-യും ഉണ്ട്. Then ഈ മൊബൈൽ വരുന്നത് IP65 റേറ്റിംഗോട് കൂടിയാണ്. Then coming to display, ഈ ഒരു മൊബൈൽ വരുന്നത് 6.83 inch AMOLED display with 1.5K resolution and 144 Hz refresh rate ആണ്. So scrolling experience എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, ബട്ടറി സ്മൂത്ത് ആയിരിക്കും. Then 1900 nits peak brightness വരുന്നുണ്ട്, ഔട്ട്ഡോർ യൂസേജിനെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. Then Corning Gorilla Glass 7i protection വരുന്നുണ്ട്. Then Aqua Touch വരുന്നുണ്ട്. സോ വെറ്റ് ഹാൻഡ്സിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫോൺ യൂസ് ചെയ്യാം. ഡിസ്പ്ലേ സൂപ്പർ ഇമേഴ്സീവ് ആയിട്ട് ആ ടൈനി ബസൽസിൽ കൂടെ നല്ല രീതിക്ക് സിങ്ക് ആവുന്നുണ്ട്. സോ മീഡിയ സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾക്ക് പ്രീമിയം ആയിരിക്കും. Then coming to performance and gaming, ഈ ഒരു മൊബൈൽ വരുന്നത് Snapdragon 8s Gen 3 chipset, LPDDR5X RAM and UFS 3.1 സ്റ്റോറേജോട് കൂടിയാണ്. ബെഞ്ച്മാർക്ക് സ്കോർ നോക്കുകയാണെങ്കിൽ Nord 4ൽ നിന്ന് Nord 5ലേക്ക് വരുമ്പോൾ 35% ഹൈക്ക് ആണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതൊരു ഗെയിമിംഗ് ബീസ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. 90 FPS BGMA, കാരക് സ്ട്രീറ്റ് പോലത്തുള്ള ഹൈ ഗ്രാഫിക് ഗെയിംസ് എല്ലാം 1 hour കളിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ആയ പോലെ തോന്നി. എന്നാൽ ഡ്യുവൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം അത് നല്ല രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ ഗെയിം കളിക്കുന്ന സമയത്ത് തന്നെ ചാർജ് ചെയ്യാനായിട്ട് ബൈപാസ് ചാർജിങ് വരുന്നുണ്ട്. സോ അനാവശ്യമായിട്ട് നിങ്ങളുടെ ബാറ്ററിയെ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല. പെർഫോമൻസിന്റെ കാര്യത്തിൽ നല്ല സ്മൂത്ത് ആണ്. അതിനേക്കാളും സ്മൂത്ത് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അതാണ് നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് അത് എന്നെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും. ദെൻ കമ്മിങ് ടു ബാറ്ററി, ഒരു ഫോൺ വരുന്നത് മാസീവ് ബാറ്ററിയോട് കൂടിയാണ്. 6800 mAh ബാറ്ററിയാണ്. 1 day കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് ചെയ്യും, ഈവൻ 2 days ലാസ്റ്റ് ചെയ്യും നിങ്ങളുടെ യൂസേജ് അനുസരിച്ച്. ദെൻ 80 വാട്ട് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ, 5% to 100% ജസ്റ്റ് 1 hour കൊണ്ട് തന്നെ ചാർജ് ആവും. ദെൻ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു മൊബൈൽ വരുന്നത്. 50MP മെയിൻ സെൻസർ വിത്ത് OIS ആൻഡ് 8MP അൾട്രാ വൈഡ്. Sony LYT-700 സെൻസർ ആയതുകൊണ്ട് തന്നെ മെയിൻ ക്യാമറ അടിപൊളി ഫോട്ടോസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. കളേഴ്സ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിലും ഈവൻ പോർട്രേറ്റ്സ് പോലും എക്സലന്റ് ആണ്. Then 50MP ഫ്രണ്ട് ക്യാം വരുന്നുണ്ട്, അതും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. Then വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് നിങ്ങൾക്ക് 4K 60 FPS റെക്കോർഡ് ചെയ്യാം. OIS ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്റ്റഡി ആയിട്ടുള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം ബെസ്റ്റ് ആയിരിക്കും. Then AI Eraser, AI Reframe, AI Perfect Shot, AI Reflection Remover എന്നിങ്ങനെ ഒരുപാട് AI ഫീച്ചേഴ്സും ഇതിന്റെ കൂടെ വരുന്നുണ്ട്. സോ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോസ് കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി മെയിൻ ക്യാമറയിൽ നിന്ന്. Then coming to software and UI, ഈ ഒരു ഫോൺ വരുന്നത് OxygenOS 15 based on Android 15 ആണ്. മിനിമൽ ബ്ലോട്ട്വെയർ ആണ്, only 2 or 3 apps മാത്രമാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് OnePlus ഡയലറും കിട്ടുന്നുണ്ടാവും. സോ ആ അനോയിങ് ആയിട്ടുള്ള കോൾ റെക്കോർഡിംഗ് അനൗൺസ്മെന്റ് ഒന്നും ഇനി ഉണ്ടാവില്ല. ആൻഡ് OnePlus 4 years of Android update and 6 years of security update പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇതൊരു മേജർ കമ്മിറ്റ്മെന്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം. സോ ദ ഫൈനൽ തോട്ട്സ്, Nord 4ൽ നിന്ന് Nord 5ലേക്ക് വരുമ്പോൾ ഒരു മേജർ അപ്ഗ്രേഡ് ആണ് എന്നാണ് എനിക്ക് തോന്നിയത്. ക്യാമറയിലാണെങ്കിലും ആ ബാറ്ററി ഹിക്കപ്സിലാണെങ്കിലും പെർഫോമൻസിന്റെ കാര്യത്തിലും എല്ലാത്തിലും നല്ല രീതിക്ക് തന്നെ ഇംപ്രൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയിൽ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വരുന്നത് 30K ആണ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഷോർട്ട് റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചുള്ളൂ. സോ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.